ഹലോ, എല്ലാവർക്കും ബ്ലൂമിംഗ് പ്ലാന്റ്സ് ആൻഡ് പേജസ് എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ സൈസ് പ്ലാന്റ്സും അതുപോലെ തന്നെ ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സും കട്ടിങ്സും ഒക്കെ ഉൾപ്പെടുത്തിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കട്ടിങ്സ് മെയിനായിട്ടും ഉൾപ്പെടുത്തിയേക്കുന്നത് ഈ വലിയ വലിയ പ്ലാന്റ്സ് ഒക്കെ, ഹൈബ്രിഡ് പ്ലാന്റ്സ് ഒക്കെ തന്നെ നമുക്ക് ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ളതും കവർ സൈസും വാങ്ങാൻ സാധിക്കാത്തവർക്ക് വേണ്ടിയാണ് കട്ടിങ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ അല്ലാത്തവർക്ക് വാങ്ങാം കേട്ടോ, അതുവേണ്ടി പറഞ്ഞതല്ല. നമ്മളപ്പോൾ മാക്സിമം നിങ്ങൾ പിടിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, യൂട്യൂബിൽ തന്നെ ഒത്തിരി വീഡിയോകളുണ്ട് ICU ചെയ്യുന്ന രീതികളൊക്കെ. അങ്ങനെയൊക്കെ പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു പ്ലാന്റ് നമുക്ക് അത്ര റേറ്റ് കൊടുക്കാണ്ട് കട്ടിങ് കൊണ്ട് തന്നെ പിടിപ്പിച്ചെടുക്കാൻ സാധിക്കും. ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഇതുവരെ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇതുവരെ എനിക്ക് സാധിച്ചിട്ടില്ല ഒരു ICU മെത്തേഡിൻ്റെ. അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ ഒത്തിരി വീഡിയോകളുണ്ട് ICU മെത്തേഡിൽ ചെയ്യാവുന്നത്. അത് നോക്കി സാധിക്കുമെങ്കിൽ അത് പിടിപ്പിച്ചെടുക്കാൻ നോക്കാം. അതല്ലെങ്കിൽ ഞാൻ തന്നെ എത്രയും പെട്ടെന്ന് വൈകാതെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ICU മെത്തേഡ് നിങ്ങൾക്കായിട്ട് ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട ശേഷം മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. കാരണം ഒത്തിരി ആളുകൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പ്ലാന്റിന് ഓർഡർ കൊടുക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ എന്താ പറയുന്നതൊന്നും കേൾക്കാതെയാണ് ഓർഡർ കൊടുക്കുന്നത്. നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കട്ടിങ്സും അതുപോലെ തന്നെ കവർ സൈസും. അതിൽ കട്ടിങ്സിൻ്റെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കോമ്പോയിൽ നിന്ന് മാത്രം സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ കട്ടിങ്സ് ഇപ്പോൾ കൊടുക്കാനാണെങ്കിലും നമുക്ക് വളരെ കുറച്ച് പ്ലാന്റ്സേ ഉള്ളൂ. നിങ്ങൾക്കറിയാമല്ലോ, മദർ പ്ലാന്റ്സ് നമ്മൾ കട്ട് ചെയ്ത് മാക്സിമം എടുക്കാവുന്നതിൻ്റെ പരമാവധി എടുത്തിട്ടാണ് കട്ടിങ്സ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓരോ പ്രാവശ്യം ഓരോ ലിസ്റ്റാണ് ഇടുന്നത്. വളരെ കുറച്ച് പ്ലാന്റ് മാത്രമേ ഇനിയുള്ളൂ. കട്ടിങ്സ് അധികം വൈകാതെ തന്നെ കട്ടിങ്ങിൻ്റെ സെയിൽ സ്റ്റോപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാളുകൾക്ക് ശേഷമായിരിക്കും പിന്നെയും നമ്മൾ കട്ടിങ്സ് കൊടുത്തു തുടങ്ങുന്നത്. ഇനി കൊടുക്കുകയാണെങ്കിൽ തന്നെ നമ്മളൊരു കുറച്ച് ആളുകൾക്ക് മാത്രമായിട്ടാണ് ഇനി കൊടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ഏതൊക്കെയാണ് വരുന്നതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വാട്സപ്പ് നമ്പറിൽ മാത്രം കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക, ദയവായി കോൾ ചെയ്യാതിരിക്കുക. പിന്നെ സ്പീഡ് പോസ്റ്റും അവൈലബിൾ ആണ്, അതുപോലെ DTDC അവൈലബിൾ ആണ്. ഞാൻ സെല്ലറിൻ്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ തവണ നമ്മൾ ഗിഫ്റ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലും 3 പേർക്കാണ് അനൗൺസ് ചെയ്തത്. വാങ്ങാത്തവർ ഇപ്പോഴും ഉണ്ട്. അത് കട്ടിങ്സ് ആയതുകൊണ്ടാണോ എന്നറിയില്ല. നമുക്ക് എന്നാലും കുറച്ച് ആളുകൾക്കെങ്കിലും കട്ടിങ്സ് താല്പര്യമുള്ളവരുണ്ടായിരുന്നു. അപ്പോൾ ഇത് വാങ്ങാതിരിക്കുന്നത്, നമ്മൾ ഇനി അങ്ങനെയാണെങ്കിൽ അടുത്ത തവണ നമ്മൾ ഗിഫ്റ്റ് അനൗൺസ് ചെയ്യുമ്പോഴും നമ്മൾ മാക്സിമം നോക്കിയിട്ട് അടുത്ത ആളുകൾക്ക് അത് കൊടുക്കും. ഇത്തവണ എന്തായാലും കുറച്ചും കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ടെത്തും. അപ്പോൾ നമ്മൾ ഇനിയും കവർ സൈസ് പ്ലാന്റുകൾ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ വീഡിയോ എടുക്കുമ്പോൾ പല കാര്യങ്ങളും ഞാൻ വീഡിയോ ചെയ്തതിന് ശേഷമായിരിക്കും ഓർക്കുന്നത്, പിന്നെ പറയാൻ മറന്നു പോകും. ഇത്തിരി ടെൻഷൻ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. ഇതൊക്കെയാണ് നമ്മൾ ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് അയക്കുന്നത്. ചില്ലി വൈറ്റ്, ബ്രിസ വൈറ്റ് 420, അതുപോലെ തന്നെ സ്വീറ്റ് ഹാർട്ട് 370, ഗോൾഡൻ സൺഷൈൻ 370, ബ്രിസ റെഡ് 420, മഹാറാണി 460, സക്കുറ ബെല്ലക്കൻ 470, ഗോൾഡൻ ബിജോജസ് 470, സൺസ്റ്റോൺ വൈറ്റ് 420, ലേഡി ബേഡ് 390, ഗോൾഡൻ പാച്ച് 430, എമിസ് പെരാക്ക് 550, ബ്രിസ പീച്ച് 420, സൺസ്റ്റോൺ റെഡ് 420, ബ്ലാക്ക് മൊണാലിസ 420, ബട്ടർ കപ്പ് 450, ഹവായ് വൈറ്റ് 410, വാട്ടർമെലൻ കിസ് 480, ഗോൾഡൻ മാവ് 420, അഡർന 450, സാൽമൺ ഡബിൾ പെറ്റൽ 380, റെഡ് ടാങ്ലോങ് 390, ചിത്ര ഗോൾഡ് 390. ഇത്രയും പ്ലാന്റുകളാണ് ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് നമ്മൾ അയക്കുന്നത്. ഇനി ഏതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കൊടുക്കുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അത് കയ്യിലുണ്ടെങ്കിൽ അത് അയച്ചു തരാം. അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്, അതിൽ കയറി ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയ പുതിയ അപ്ഡേഷൻസൊക്കെ അതിൽ അറിയിക്കുന്നതാണ്. ഇനി കട്ടിങ്സ് കൊടുക്കുന്നത് നിലവിൽ നമ്മൾ 40-ൻ്റെയും 50-ൻ്റെയും 60-ൻ്റെയും കട്ടിങ്സാണ് കൊടുക്കുന്നത്. ഇനി ആ കട്ടിങ്സ് വരുന്നത് ഏതൊക്കെയാണെന്ന് പറയാം. ആദ്യം 40-ൻ്റെ കോംബോയിൽ വരുന്ന കട്ടിങ്സ് ഏതൊക്കെയാണെന്ന് പറയാം. ബിഗ് വൈറ്റ്, ലിപ്സ്റ്റിക് വെരിഗേറ്റഡ്, ബിഗ് പർപ്പിൾ, തിമ്മ പിങ്ക്, തായ് വൈറ്റ്, ചില്ലി ഐസ്ക്രീം, ഫ്ലെയിം റെഡ്, ഫയർ ഒപ്പാല്, ഫയർ റെഡ്, സ്ലീപ്പിംഗ് ബ്യൂട്ടി. ഇത്രയും കട്ടിങ്സാണ് 40-ൻ്റെ
കട്ടിങ്സ് വരുന്നത്. ഇത് ഞാൻ ഫോട്ടോ അടക്കം കാണിച്ചത് കഴിഞ്ഞ തവണ ഒത്തിരി പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫോട്ടോസ് കാണിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫോട്ടോ അടക്കം കാണിക്കുന്നത്. ഇനി പറയുന്നതൊക്കെ 60ൻ്റെ കട്ടിങ്സ് ആണ് കേട്ടോ. ഇനി 60ൻ്റെ കട്ടിങ്സ് ഏതൊക്കെയാണെന്ന് പറയാം. റെഡ് സ്ട്രൈപ്പ്, അടർന, സ്കാർലറ്റ് ഓറഞ്ച്, സക്രാന, പാർത്ത, ടാങ്ലോങ് യെല്ലോ, 3 സ്റ്റാർ, കാലിഫോർണിയ ഗോൾഡ്, തായ് ഡിലൈറ്റ്, 8 കളർ. എല്ലാ തവണയേക്കാളും വീഡിയോ ഇത്തിരി ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് കണ്ടോളൂ കേട്ടോ. ഇനി നമുക്ക് വരുന്നത് 50ൻ്റെ കട്ടിങ്ങുകളാണ്. 50ൻ്റെ കട്ടിങ്ങിൽ വരുന്ന കോംബോ ഏതൊക്കെയാണെന്ന് നോക്കാം. റോക്സി കിങ്, ജുവൽ പിങ്ക്, മഹാറ പീച്ച്, സിംഗപ്പൂർ പിങ്ക്, മിനി ലാവൻഡർ, ചിത്ര ക്രീം, ചോക്ലേറ്റ്, ചിത്ര ഗോൾഡ്, ഡാർക്ക് പിങ്ക്, ഗോൾഡൻ യെല്ലോ. ഇത്രയും പ്ലാന്റ്സ് ആണ് 50ൻ്റെ കട്ടിങ്സിൽ വരുന്നത്. അപ്പോൾ ഇത്രയും കട്ടിങ്സും പ്ലാന്റ്സും ഒക്കെയാണ് നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത തവണ കുറച്ച് ഓൺ റൂട്ടഡ് പ്ലാന്റ് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് അടുത്ത വീഡിയോയിൽ അത് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അതുപോലെ ആദ്യം പേയ്മെൻറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മൾ പ്ലാന്റ് അയച്ചു വരുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ എത്രയും പെട്ടെന്ന് ലഭിക്കുന്നതിനായിട്ട് നിങ്ങൾ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതേ വീഡിയോനെ പറ്റിയുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും, നല്ല അഭിപ്രായങ്ങളും മോശം അഭിപ്രായങ്ങളും, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ അത് കമൻറ്റായിട്ട് അറിയിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ അതുള്ള എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ഞാൻ കമൻറ്റിൽ അറിയിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി തരുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.